നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ബാഴ്സലോണയും PSG-യും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. നമുക്കറിയാം, ആദ്യപാദ മത്സരം PSG-യുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. ആ മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് PSG-യെ ബാഴ്സലോണ പരാജയപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ബാഴ്സയുടെ മൈതാനത്ത് വെച്ച് നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ PSG പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയായിരുന്നു. 1-4 ഗോളുകൾക്ക് ബാഴ്സയെ PSG പരാജയപ്പെടുത്തിയത്. അതിന്റെ ഫലമായി കൊണ്ടാണ് അവരിപ്പോൾ സെമി ഫൈനൽ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ആ മത്സരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ PSG-യുടെ പരിശീലകനായ ലൂയിസ് എൻറിക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത്, ആ മത്സരത്തിൽ വിജയിച്ചതോട് കൂടിയാണ് ഷോൾഡറിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഭാരം ഇറക്കി വെക്കാൻ സാധിച്ചത് എന്നാണ് PSG-യുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുൻപ് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്തതാണ് അന്ന് ചെയ്തതെന്നും ഈ പരിശീലകൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാഴ്സലോണക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ഒരു ഭാരം ഇറക്കി വെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുൻപ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് ഞങ്ങൾ ചെയ്തത്. ഹോമിൽ ആദ്യ പാദത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടൽ ഞങ്ങൾക്ക് ആദ്യമായിരുന്നു. ബാഴ്സയെ പരാജയപ്പെടുത്തണമെന്ന ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് അന്ന് ഞങ്ങൾ പോയിരുന്നത്. ബൊറൂസിയക്കെതിരെയുള്ള മത്സരത്തിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ രണ്ടാം പാദത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. വളരെ ധൈര്യത്തോടു കൂടി ഈ മത്സരം ഞങ്ങൾ കളിക്കണം. പ്രായമൊന്നും ഞാൻ പരിഗണിക്കാറില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതാണ് PSG പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നടക്കുന്ന ആദ്യപാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ PSG-യുടെ എതിരാളികൾ ബൊറൂസിയ ഡോർട്ട്മുണ്ടാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ബൊറൂസിയയുടെ മൈതാനമായ സിഗ്നൽ ഇഡുന പാർക്കിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.